സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തിരുവചനം പറയുന്നു, കൊമ്പിൽ തൈലമെടുക്കുക, നീ ഇഷായുടെ ഭവനത്തിലേക്ക് പോ. ഇത് ശമൂവേലിനോട് സംസാരിക്കുമ്പോൾ ശമൂവേൽ ഭയങ്കര ദുഃഖത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലിരിക്കുകയാണ്. 1 ശമൂവേൽ 16 അധ്യായം വായിക്കുമ്പോൾ. കാരണം ശകുലിനെ ദൈവസാന്നിധ്യം വിട്ടുപോയതൊക്കെ സ്തോത്രം ശമൂവേലിന് മനസ്സിലായി. കർത്താവ് നിങ്ങളവിടെ ശ്രദ്ധിച്ച് നോക്ക്. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന പദം, നീ തൈലമെടുക്കുക. നിൻ്റെ നേരെ വരുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിന് നേരെ വരുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ സഭയ്ക്ക് നേരെ വരുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നം നീ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ദൈവം നിനക്ക് പുതിയ ഒരു അഭിഷേകം തരുമെന്ന് കരുതി നീ നിൻ്റെ പ്രാർത്ഥന മുറിയിലേക്ക് പോ. പഴയ അഭിഷേകവും പഴയ പ്രാർത്ഥനയും വെച്ചുകൊണ്ടിരിക്കാണ്ട് ദിനംതോറും മനസ്സ് പുതുക്കി രൂപാന്തരത്തിൽ വന്ന് പുതിയ അഭിഷേകത്തിൽ കർത്താവിനെ നിറയ്ക്കണമെന്ന് നീ പ്രാർത്ഥിക്കുക. എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മ പറയുന്ന ആമേൻ. ശമൂവേലിനോട് സംസാരിച്ചപ്പോൾ ഉള്ള പദം, ശമൂവേലേ, നീ ഒരു കാര്യം ചെയ്യും, തൈലക്കൊമ്പിട്. കണ്ട, തൈലം നിറയ്ക്ക്. ഈ തൈലം നിറയ്ക്ക് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മ പറയുന്ന, പ്രശ്നം നിന്നെ മൂടുമ്പോൾ, പ്രതിസന്ധികൾ നിന്നെ മൂടുമ്പോൾ, കുടുംബ വിഷയങ്ങൾ നിന്നെ മൂടുമ്പോൾ അതിനകത്ത് നീ ഇരിക്കാതെ നീ പ്രാർത്ഥനയിലും അന്യഭാഷയിലും കയറി വാ. നീ പ്രശ്നത്തിൻ്റെ ആഴത്തിലും നീ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നം നിന്നെ തോൽപ്പിക്കും. പക്ഷേ ഇവിടെ തിരുവചനം പറയുന്നു, ഏമേൻ, ദൈവം അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നു. ഞാൻ ചോദിച്ചു, കർത്താവേ, എന്തായിരിക്കും? ഏലിയാവും ഇങ്ങനെയല്ലേ പറഞ്ഞേ, ഞാൻ മരിക്കാൻ പോണെന്ന്? അന്നേരം കർത്താവ് എന്താ പറഞ്ഞേ? നിനക്ക് പകരം ഒരു അഭിഷേകം ചെയ്യുന്നു പറഞ്ഞല്ലോ. എന്തുകൊണ്ട് സ്തോത്രം ശമൂവേലിനോട് ദൈവം അങ്ങനെ സംസാരിച്ചില്ല? കാരണം അവൻ വളർന്നത് ദൈവത്തിൻ്റെ മുമ്പിലാണ്. കുഞ്ഞുനാൾ മുതലേ അവൻ്റെ അമ്മയുടെ ഉദരത്തിനകത്ത് വെച്ച് സ്തോത്രം ദൈവം അവനെ സൃഷ്ടിച്ചു, ദൈവം അവനെ കണ്ടു, അഭിഷേകത്താൽ നിറച്ചു. അവൻ വളർന്നതേ അഭിഷേകത്തിലാണ്. അവൻ്റെ അമ്മ ഒരുപാട് വിഷയത്തിനകത്ത് നീറി വല്ലാണ്ടിരുന്ന സമയത്താണ് ആമേൻ യഹോവയെക്കുറിച്ച് കേട്ടതും ചർച്ചിൽ ചെന്നതും പ്രാർത്ഥിച്ചതും ദൈവത്തിൻ്റെ അഭിഷേകം തൻ്റെ അമ്മയ്ക്ക് കിട്ടിയത്. അതിൽ നിന്ന് ജനിച്ചതാണ് ഈ ശമൂവേല്. അതുകൊണ്ട് മറ്റൊരു പ്രവാചകനെ അവിടെ കൊണ്ടുവരാതെ, ശമൂവേലെ നീ മനസ്സിലാക്ക്, ഇന്ന് കണ്ട ഈ സ്തോത്രം ശകുലിനെ അല്ല നീ നോക്കേണ്ടേ, നിനക്ക് ജന്മം തന്ന, നിൻ്റെ മേൽ ആമേൻ ആത്മാവിനെ പകർന്ന ദൈവത്തെ നോക്കുക. നമ്മളിൽ പലവരും ജനിച്ചത് ഒറ്റയ്ക്കാണ്. ഇന്ന് നമ്മൾ പറയുന്നത്, എൻ്റെ കൂട്ടുകാരനായിരുന്ന ആ പാസ്റ്റർ, എൻ്റെ സഹോദരിയായിരുന്ന ആ സിസ്റ്റർ, ഇന്ന് ഞങ്ങളെ നോക്കി കുറ്റം പറയുമ്പോൾ, ഇന്ന് ഞങ്ങളെ നോക്കി കുടുംബ ആമേൻ വിഷയം ഞങ്ങൾ ഒന്നും സംസാരിച്ചിട്ടില്ല, ഇല്ലായ്മ പറയുമ്പോൾ ഭയങ്കര വേദനയുണ്ട്. ഞാൻ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ ആ വേദനയെടുത്ത് ദൂരക്കള പറയണത് മനസ്സിലാക്കുക. യേശുവിൻ്റെ മുഖത്ത് നോക്കി പത്രോസ് പ്രാകുമ്പോൾ കോഴി ആമേൻ സ്തോത്രം 3 തവണ കൂവിയെന്നും പറയുന്നുണ്ട്. പക്ഷെ നീ ഒന്ന് ചിന്തിക്ക്, 3.5 വർഷക്കാലം പത്രോസ് യേശുവിൻ്റെ കൂടെ നടന്ന ഒരു മനുഷ്യൻ, മുഖത്ത് നോക്കി പ്രാഗി. വചനം പറയുന്നു സ്തോത്രം, യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പത്രോസിനെ തേടിപ്പോയി. എന്തിനു വേണ്ടി പോയി? നിങ്ങളത് ചിന്തിക്കുക. എന്തിനു വേണ്ടി പോയി? പത്രോസേ, യേശു നിൻ്റെ കയ്യിൽ തന്ന താക്കോൽ, അതായത് എന്നെ ആരെന്ന് പറയുന്നതെന്ന് യേശു കേൾക്കുമ്പോൾ ഈ പത്രോസ് ചാടി എണീറ്റ് പറയണത്, നീ ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു ആകുന്നു. അന്നേരം യേശു പറയുന്നുണ്ട്, ജഡരക്തങ്ങളല്ല നിനക്ക് ഈ വെളിപ്പാട് തന്നത്, എൻ്റെ ദൈവം. ഈ പത്രോസിന് യേശു എന്ന് പറയുവാനായിട്ടുള്ള ഈ വെളിപ്പാട് എവിടെ നിന്ന് കിട്ടി? സാത്താന് മനസ്സിലായി, ഇവൻ ഇങ്ങനെ വളർന്നാൽ, ഇവൻ ഭൂമിയിൽ കെട്ടിയ സ്വർഗം അത് കെട്ടും, ഇവൻ ഭൂമിയിൽ അഴിച്ചാൽ അത് അഴിയും. ആ അഭിഷേകം ഈ പത്രോസിന് കിട്ടരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ് പത്രോസിൻ്റെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചുള്ള കോപത്തിൽ സാത്താൻ കയ്യിലെടുത്ത്. ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, നിൻ്റെ ആറ്റിറ്റ്യൂഡ് ഒടിച്ചു കള, നിൻ്റെ ഊഹാഭോഗം ഒടിച്ചു കള, നിൻ്റെ ചിന്തകൾ പൊട്ടിച്ച് ദൂരെ കളഞ്ഞിട്ട് ഇവിടെ, കർത്താവേ, നീ അറിയാതെ ഒരു പൂഴി മണ്ണ് എൻ്റെ മേൽ വീഴത്തില്ല, നീ അറിയാതെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ല, കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ശമൂവേലിനോട് പറയുന്നത് തൈലമെടുക്കുക. പുതിയ അഭിഷേകം ദൈവം നിൻ്റെ മേൽ പകരും, പുതിയ പ്രാർത്ഥന ദൈവം നിൻ്റെ മേൽ പകരും. നീ ഒന്ന് എണീറ്റാൽ മതി. ഇപ്പോൾ നീ കുരുങ്ങിയിരിക്കുന്ന വിഷയത്തിനകത്ത് ഒരു പാസ്റ്ററെ കൊണ്ടോ ഒരു വ്യക്തിയെ കൊണ്ടോ നിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. നീ എണിക്കണം. ശമൂവേലേ, നീ എണിക്കേ.
നീ ശകുലിനെ കുറിച്ച് ഒരുപാട് സ്നേഹിച്ച് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം പറയുന്ന ആ ചിന്തയ്ക്കല്ല ഞാൻ നിന്നെ വിളിച്ചത്, എൻ്റെ വേലയ്ക്കാണ് ഞാൻ നിന്നെ വിളിച്ചേ. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ആരോടോ പറയുന്നു, ചില വിഷയങ്ങളിൽ നീ കുരുങ്ങിയിരിപ്പുണ്ട്, ചില സഭകളുടെ വിഷയത്തിനകത്ത്, ചില കൂട്ടുകാരുടെ വിഷയത്തിനകത്ത് നീ കുരുങ്ങിയിരിക്കുന്നു. സ്വർഗം പറയുന്നു, നീ എണീറ്റേ പറ്റൂ. നീ ഒരു പുതിയ അഭിഷേകത്തിൽ നിറഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരെ അഭിഷേകത്താൽ നിറയ്ക്കാൻ പറ്റൂ. കാരണം എന്താ? ശമൂവേലേ, എൻ്റെ വാക്ക് നീ നിരന്തരം കേൾക്കുന്ന ഒരുത്തനായി മാറണം. 24 hours ഞാൻ നിന്നോട് സംസാരിക്കണം. നീ എൻ്റെ മെസ്സഞ്ചറാണ്, നീ എൻ്റെ നാവായി മാറണം. ശകുലിനെ കുറിച്ച് നീ വ്യാകുലപ്പെടുന്നതിൻ്റെ കാരണം എന്തുവാ? നിന്നെ വിളിച്ച ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ നീ അത് കേൾക്കാൻ ബാധ്യസ്ഥരായിരിക്കണം. വചനം പറയുന്നു, അവൻ അത് പറയുമ്പോൾ തന്നെ പറയുന്നു, അയ്യോ എന്നെ കൊല്ലും. ദൈവമാണ് ശമൂവേലിനോട് സംസാരിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്ക് നിങ്ങൾ. ദൈവമാണ് ശമൂവേലിനോട് സംസാരിക്കുന്നത്. ശമൂവേൽ തിരിച്ചു പറയുന്നത്, എന്നെ കൊല്ലും. ആദ്യം നീ നിൻ്റെ ജഡത്തിനകത്തുള്ള ചിന്തകളെയും ഊഹാപോഹങ്ങളെയും വിട്ടിട്ട് പറ, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ രോമത്തിന് ഒരുത്തനും തൊടത്തില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നേ, വിശ്വസിച്ചേ പറ്റൂ. പത്രോസിനേക്കാളും വലുതാണോ നിങ്ങൾ? യേശുവിൻ്റെ മുഖത്ത് നോക്കിയാണ് അങ്ങനെ സംസാരിച്ചത്. എനിക്കറിഞ്ഞൂടെ, പ്രാഗി എന്നാണ് പറയുന്നത്. യേശു പറഞ്ഞെന്ന് പറയുമോ? എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെ തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വന്നാലേ എൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റൂ. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അഭിഷേകം നിനക്ക് വരണമോ? നിൻ്റെ ചിന്തകളെ ഉടയ്ക്കണം, നിൻ്റെ നിരൂപണങ്ങളെ ഉടയ്ക്കണം. നിൻ്റെ ഫ്രണ്ട്സുകൾ വേണ്ടെന്നല്ല, പക്ഷെ നീ ആത്മാവിൻ്റെ വാക്ക് കേൾക്കണം. നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നും ഒരുപാട് ഫ്രണ്ട്സായിട്ടല്ല നീ വന്നേ, നീ ഏകനായിട്ടാണ് വന്നേ. പിന്നീട് ആ ഫ്രണ്ട്സായത്, പക്ഷെ ദൈവം നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അത് മറക്കരുത്. ഇതിൽ കൂടി കേൾക്കുന്ന പാസ്റ്റേഴ്സ് ആകട്ടെ, പ്രാർത്ഥിക്കുന്നവരാകട്ടെ, ആ ചിന്താഗതികളെ മാറ്റിയിട്ട് പറ, കർത്താവേ, അങ്ങനെ പുതിയ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ, പുതിയ അന്യഭാഷയിൽ എന്നെ നിറയ്ക്കണമേ, പുതിയ വചനത്തിൻ്റെ ആഴങ്ങൾ എന്നെ പഠിപ്പിക്കണമേ, ഞാൻ എങ്ങനെ നടക്കണം. നിങ്ങൾ ശിംശോനെ ശ്രദ്ധിച്ച, ആദ്യം അങ്ങേരി 300 കുറുക്കനെ പിടിച്ച് കെട്ടി, 2 അങ്ങേരി സിംഹത്തിൻ്റെ വലിച്ചു കീറി, 3 ഒരു സ്തോത്രം എല്ലെടുത്തേച്ചും 1000 പരം ആൾക്കാരെ അടിച്ചു കൊന്നു, ചണനൂലുകൾ കത്തിമാറി. അവസാനം എന്ത് സംഭവിച്ചു? ശ്രദ്ധിക്ക്, എല്ലാ അഭിഷേകവും ഒന്നല്ല. ഓരോ പ്രശ്നം വരുന്തോറും പുതു അഭിഷേകത്താൽ നിറഞ്ഞാലേ ജയിക്കാൻ പറ്റൂ. ഒരു അഭിഷേകം ഒരു അന്യഭാഷ കൊണ്ട് ജയിക്കാൻ പറ്റത്തില്ല. പുതു ഭാഷകളിൽ അവർ സംസാരിച്ചു. കണ്ട, പുതുഭാഷകളിൽ അവർ സംസാരിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിൻ്റെ നേരെ ഒരു കയ്പിൻ്റെയോ വൈരാഗ്യത്തിൻ്റെയോ പ്രശ്നം വരുമ്പോൾ അപ്പോഴുള്ള അഭിഷേകത്തിൽ പ്രാർത്ഥിക്കരുത്, ഒരു പുത്തൻ അഭിഷേകം എനിക്ക് വരണേ എന്ന് പറയണം. അത് തന്നെയാണ് ശിംശോൻ പറഞ്ഞ, കർത്താവേ, ഒരു പുതിയ അഭിഷേകം എനിക്ക് തന്നേ പറ്റൂ. നീ ആ അഭിഷേകം കൊടുത്തു, ആ അഭിഷേകത്തിൽ അവൻ ജയിച്ചു, പക്ഷെ ആൾ മരിച്ചു. നമ്മൾ മനസ്സിലാക്കുക, ഈ ശക്തി ഏതിലെന്ന് ശിംശോനെ തപ്പി നടന്നെന്നാണ് പറയണേ. അങ്ങനെയാണെങ്കിൽ നീ ശ്രദ്ധിക്ക്, നിന്നിൽ നിന്നും എത്ര അത്ഭുതങ്ങൾ നടന്നു. ദൈവം നിന്നെ വിളിച്ചപ്പോൾ നിന്റെ സഭയോടുള്ള ബന്ധത്തിൽ, നിന്റെ പ്രസംഗത്തിൽ എത്ര ജനം വിടിവിച്ചെന്ന്, എത്ര അത്ഭുതം നടന്നെന്ന് നീ സ്വയം ഇരുന്ന് ചിന്തിക്കുക. ആ ദൈവം നിന്നെ വിടിവിക്കൂലേ? ആ ദൈവം നിന്നെ സാത്താൻ്റെ കരങ്ങളിൽ നിന്ന് നിന്നെ വിടിവിക്കൂലേ? എന്തുകൊണ്ട് നീ വിശ്വസിക്കുന്നില്ല? ചിന്തിക്കേ. ശമൂവേലേ, നീ എന്നെ നോക്കി കരണേ എന്തിനാ? തൈലം നിറയ്ക്കുക. എവിടെയാ? കൊമ്പിൽ. തൈലം എന്ന് പറയുമ്പോൾ തന്നെ അത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാലേ ആ തൈലം നിറയ്ക്കാൻ പറ്റും. ഇത് അഭിഷേക തൈലമാണ്, ചുമ്മാണ്ട് കിടക്കണ തൈലമൊന്നുമല്ല, അഭിഷേക തൈലമാണത്. അത് കർത്താവ് എങ്ങനെ അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണുണ്ട്. പക്ഷേ അങ്ങനെയുടെ സ്ഥിതി നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. നീറ്റലും വേദനയും മുറിവും ഒക്കെയാണ് അവിടെ. പക്ഷെ വചനം പറയുന്നു, അവൻ അഭിഷേക തൈലത്തിനകത്തേക്ക് മൈൻഡ് കയറിയപ്പോൾ അവനൊരു പുത്തൻ ഉണർവുണ്ടായി, ഒരു പുത്തൻ അഭിഷേകമുണ്ടായി. എവിടെ പോണ്ട എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരുന്നുവോ അവിടെ ദൈവം അവനെ ആക്കി. എൻ്റെ ചോദ്യം, ശൗൽ അവനെ വെട്ടിക്കൊന്നില്ല, കണ്ട. അപ്പോൾ ഊഹാഭോഗത്തിൽ ജീവിക്കാതെ പുത്തൻ അഭിഷേകത്താൽ നിറയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉറച്ച ഹൃദയത്തോടെ നില്ല്. ഒരനർത്ഥവും എനിക്ക് ഭവ്യത്തിൽ ഒരു ബാധ നിൻ്റെ കൂടാരത്തിനടുത്ത് വരത്തില്ല. പലവരും പറയും നീ വീണുപോയെന്ന്, പലവരും പറയും. പക്ഷെ നീ കേള്, യേശുവേ, അങ്ങല്ലേ എന്നെ വിളിച്ചേ, ഞാൻ വീണ അങ്ങനെ താങ്ങിക്കൊള്ളാം. ഈ പ്രസംഗിക്കണം, ഞാൻ നിന്നെ താങ്ങത്തില്ല, പക്ഷെ യേശു നിന്നെ താങ്ങും. പത്രോസ് എൻ്റെ കൈക്ക് പിടിച്ചു, കണ്ട, കൈക്ക് പിടിച്ചു. നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവേ, ഒറ്റ വാക്ക്,
കാരണം പത്രോസിൻ്റെ ഹൃദയത്തിനകത്ത് യേശുവിനോട് ഭയങ്കര സ്നേഹമാണ്. അത് പുറത്തു കൊണ്ടുവരണം. ഇപ്പോൾ നിനക്ക് നടക്കുന്ന ഓരോ പ്രതിസന്ധികളെയും നിന്നെ രൂപാന്തരപ്പെടുത്താനാണ്. നിന്നെ ഇപ്പോൾ കൂട്ടുകാരന്മാരിൽ നിന്നും കൂട്ടുകാരിയിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നല്ല സ്നേഹിതരിൽ നിന്നും നിന്നെ മാറ്റിയെടുക്കണമെങ്കിൽ നീ വിചാരിച്ചോ, നിന്നെ ഒരു പുതിയ അഭിഷേകത്തിൽ നിറയ്ക്കാനാണ്. ഒരു പുത്തൻ അഭിഷേകത്തിൽ നിറച്ച് മറ്റുള്ളവരെ ദൈവത്തിന് വേണ്ടി നേടാനായിട്ട് നിന്നെ ഒരുക്കുകയാണ്. നീ അതിനെ തള്ളിക്കളയാണ്ട് ദൈവസന്നിധിയിലിരിക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.